പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് വിസ കാലാവധി തീർന്ന് സൗദി അറേബ്യയിൽ കുടുങ്ങിയവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാൻ അവസരമൊരുക്കി ആഭ്യന്തര മന്ത്രാലയം. ഏപ്രിൽ 18 വരെ വിസകൾ നീട്ടാനും അവസരമുണ്ട്. എല്ലാത്തരം വിസകൾക്കും പുതിയ ഇളവ് ബാധകമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉംറ, ട്രാൻസിറ്റ്, വിസിറ്റ്, ഫൈനൽ എക്സിറ്റ് വിസകൾക്കും ഇളവ് ലഭിക്കും. ഫെബ്രുവരി 25-ന് കാലാവധി തീർന്ന വിസകൾക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ പ്രത്യേക ഫീസ് അടച്ച് വിസ പുതുക്കാനും കഴിയും. എന്നാൽ വിസ കാലാവധി തീർന്നവർക്ക് പുതുക്കാതെ തന്നെ രാജ്യം വിടാം. ഇത്തരക്കാർ അടുത്ത മാസം 18-ന് മുൻപായി രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. UAEയിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് ഫോണിലൂടെ ലഭിക്കുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങളുടെ പ്രവർത്തനം വിശദീകരിച്ച് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. എന്തുകൊണ്ട് ചില സമയങ്ങളിൽ എല്ലാവർക്കും സന്ദേശം ലഭിക്കുന്നില്ല എന്ന പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കും അധികൃതർ വ്യക്തത വരുത്തി. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി UAEയിലെ താമസക്കാർക്ക് ഏറെ പരിചിതമാണ് ഫോണിലേക്ക് ഇടയ്ക്കിടെ എത്തുന്ന അടിയന്തര മുന്നറിയിപ്പ് സന്ദേശം. ഇറാനിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരിടുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുമ്പോഴാണ് ഇത്തരം മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ഭീഷണി ഇല്ലാതാകുന്ന മുറയ്ക്ക് സാഹചര്യം സുരക്ഷിതമാണെന്ന സന്ദേശവും നൽകാറുണ്ട്. രാജ്യത്തെ സൈനിക നീക്കങ്ങൾക്കിടയിൽ ചിലർക്ക് മാത്രം മൊബൈലിൽ മുന്നറിയിപ്പ് ലഭിക്കുകയും മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് സംവിധാനത്തിന്റെ തകരാറ് മൂലമല്ലെന്ന് അധികൃതർ അറിയിച്ചു. വാർണിംഗ് സിസ്റ്റം പൂർണ്ണമായും ജിയോ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക അപകടം ഏത് പ്രദേശത്തെയാണോ നേരിട്ട് ബാധിക്കുന്നത് ആ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് അലർട്ടുകൾ ലഭിക്കുക. അപകടത്തിന്റെ സ്വഭാവം, അതിന്റെ വ്യാപ്തി, ആഘാതം എന്നിവ കണക്കിലെടുത്താണ് സന്ദേശങ്ങൾ അയക്കുന്നത്. മിസൈലുകൾ പ്രതിരോധിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങൾ അടുത്ത പ്രദേശങ്ങളിൽ കേൾക്കാൻ സാധിച്ചേക്കാമെങ്കിലും ആ പ്രദേശം സുരക്ഷിതമാണെങ്കിൽ അവിടെയുള്ളവരുടെ ഫോണുകളിൽ അലർട്ട് ലഭിക്കില്ല. ഇത് സംവിധാനത്തിന്റെ കൃത്യത ഉറപ്പാക്കുന്നതിനും അനാവശ്യ പരിഭ്രാന്തി ഒഴിവാക്കുന്നതിനുമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. രാത്രികാലങ്ങളിൽ താമസക്കാരുടെ ഉറക്കത്തിന് തടസ്സമാകാത്ത രീതിയിൽ അലർട്ട് ടോണുകളിൽ അടുത്തിടെ മാറ്റവും വരുത്തിയിരുന്നു. രാത്രി 10:30 മുതൽ രാവിലെ 9 വരെയുള്ള സമയത്ത് സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് ടോണിലാണ് അലർട്ടുകൾ നൽകുന്നത്. എന്നാൽ പകൽ സമയങ്ങളിൽ പഴയതുപോലെ തന്നെ ഉയർന്ന ശബ്ദത്തിലുള്ള സൈറൻ ടോൺ തുടരും. റിപ്പോർട്ടർ, ദുബായ്.